തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഒട്ടേറെ കഥകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും പറയാത്ത അല്ലെങ്കിൽ അധികമാരും അറിയാത്ത ചില കിഴക്കൻ കഥകളുണ്ട്. ചരിത്രവും നിഗൂഢതകളും ഉറങ്ങുന്ന തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ചുള്ള കഥകൾ. തിരുവിതാംകൂർ ഭരണകാലത്തും അതിനു മുന്നേയും പശ്ചിമഘട്ടം മറികടന്ന് തമിഴ്നാട്ടിലേക്ക് പോകാനായി നിരവധി മലമ്പാതകൾ അഗസ്ത്യമല ഉൾപ്പെടുന്ന ഈ മലയോര മേഖലയിലുണ്ടായിരുന്നു. അതായത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എസ്കേപ്പ് റൂട്ടിനും ഫാം റൂട്ടിനുമൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളമോ അതിനു മുകളിലോ പ്രാധാന്യമർഹിക്കുന്ന നിരവധി പാതകൾ ഈ മലമ്പ്രദേശത്തു കൂടി ഉണ്ടായിരുന്നു. അത്രയും പ്രാധാന്യമേറാൻ കാരണം ഈ മലമ്പാതകൾ വേണാട് തിരുവിതാംകൂർ രാജവംശങ്ങളുടെ ആസ്ഥാനത്തേക്ക് നീണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കീരവാടാത്തടം, പാണ്ടിപ്പെരുവഴി എന്നിങ്ങനെ നീളുന്നു പറഞ്ഞു കേട്ട പേരുകൾ. കഥ നമുക്ക് ബോണക്കാട് നിന്ന് തുടങ്ങാം. ബ്രിട്ടീഷുകാരൻ ഉപയോഗിച്ചുപേക്ഷിച്ച ബോണക്കാട് നിന്നും. ഗുഡ് ഫെയ്ത്ത് എന്നർത്ഥം വരുന്ന ബോണക്കോട് എന്ന പദമാണ് ആ നാടിനെ വിളിക്കാൻ അവർ തിരഞ്ഞെടുത്തത്. ഇന്നിപ്പോൾ അതൊരു പ്രേത ബംഗ്ലാവിൻ്റെ പേരിൽ മാത്രമായി അറിയപ്പെടുന്നു. 1850കളിൽ മലയോര മേഖലയിലെ വരുമാനം മുന്നിൽ കണ്ട് ബ്രിട്ടീഷുകാർ ബ്രൈമോർ, പൊന്മുടി, മെർക്കിസ്റ്റൺ, ബോണക്കാട് തുടങ്ങി ചെറുതും വലുതുമായ 9ഓളം എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുകയുണ്ടായി. 1900 ആണ്ടിൽ ഈ എസ്റ്റേറ്റുകളെല്ലാം കൂടി പൊന്മുടി ടീ ആൻഡ് റബ്ബർ കമ്പനി ലിമിറ്റഡ് എന്ന കൺസോർഷ്യത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. 1710 ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്ന ഈ എസ്റ്റേറ്റുകളെയെല്ലാം കൂടി തമിഴ്നാടുമായി ബന്ധിപ്പിക്കാൻ അവർ ഒരു പാതയും നിർമ്മിച്ചു. പിൽക്കാലത്ത് ഈ പാതയുടെ ഒരു ഭാഗമാണ് കല്ലാറമ്പാസമുദ്രം റോഡ് അഥവാ ട്രാവൻകൂർ പാസ്വേ എന്ന പേരിൽ സർക്കാർ രേഖകളിൽ ഇടം പിടിച്ചത്. ബോണക്കാട് വഴി പാണ്ടിപ്പത്തിലൂടെ കടന്നുപോകുന്ന ഈ പാതയുടെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാവുന്നതാണ്. ഈ പാതയിലൂടെ ബോണക്കാട് നിന്നും തമിഴ്നാടിൻ്റെ ഭാഗമായ പാപനാശത്തിലേക്ക് വെറും 35 കിലോമീറ്ററുകൾ മാത്രമാണുള്ളത്. എന്നാൽ നിലവിലെ റോഡ് സംവിധാനത്തിലൂടെ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ 140 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. ബോണക്കാട് എന്ന സ്ഥലത്തിൻ്റെ വികസനം തുടങ്ങുന്നത് സൂര്യകാന്തി പുഴയുടെ തീരത്ത് ഒരു എസ്റ്റേറ്റ് തുടങ്ങുന്നിടത്ത് നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു തൊഴിലാളികളിൽ അധികം പേരും. എസ്റ്റേറ്റ് ലാഭത്തിലായിരുന്ന സമയത്ത് ഒരു തേയില ഫാക്ടറിയിൽ തുടങ്ങി തൊഴിലാളികൾക്കായി നിർമ്മിക്കപ്പെട്ട നിരവധി വീടുകളും ആശുപത്രിയും അമ്യൂണിറ്റി സെൻ്ററുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. തിരുവനന്തപുരത്തെ ഇപ്പോഴുള്ള പല പട്ടണങ്ങൾക്കും മുന്നേ വൈദ്യുതീകരിക്കപ്പെട്ട ഒരു പ്രദേശം. എസ്റ്റേറ്റ് പ്രവർത്തനം നഷ്ടത്തിലായതോടുകൂടിയാണ് ഈ പ്രദേശത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത്. 3 ഡിവിഷനുകളായാണ് ബോണക്കാട് എസ്റ്റേറ്റിനെ വിഭജിച്ചിരുന്നത്. BA, GB, ടോപ്പ് എന്നിവയാണവ. വായ്മൊഴി കഥകൾ പ്രകാരം നിഗൂഢതകൾ നിറഞ്ഞ മറ്റൊരു സംഭവത്തിന് കൂടി ബോണക്കാട് സാക്ഷ്യം വഹിച്ചു. എസ്റ്റേറ്റ് മാനേജറിനും കുടുംബത്തിനും താമസിക്കുന്നതിന് വേണ്ടി 1951 സ്ഥാപിച്ചതാണ് 25 എന്ന് നമ്പർ ചെയ്യപ്പെട്ട GB ഡിവിഷനിലെ ബംഗ്ലാവ്. ബോണക്കാട് എസ്റ്റേറ്റ്, കുരിശുമല, പേപ്പാർ ഡാം കാച്ച്മെൻ്റ് ഏരിയ എന്നിവയെല്ലാം ബംഗ്ലാവിനുള്ളിൽ നിന്ന് തന്നെ കാണത്തക്ക വിധത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. എസ്റ്റേറ്റ് മാനേജറുടെ മകൾ ഇവിടെ വെച്ച് നിഗൂഢമായി കൊല്ലപ്പെടുകയും മാനേജറും ഭാര്യയും ലണ്ടനിലേക്ക് മടങ്ങുകയും ചെയ്തതു മുതലാണ് ബംഗ്ലാവിനുള്ളിൽ നിന്ന് വെളിച്ചം മിന്നിമറയുക, വിചിത്രമായ ശബ്ദങ്ങളും കുട്ടികളുടെ കരച്ചിലും കേൾക്കുക തുടങ്ങി ഇവിടുത്തെ മിസ്റ്റീരിയസ് ആക്ടിവിറ്റീസിൻ്റെ തുടക്കം.
Are you afraid of the dark? Are you scared? I am you. കഥകൾക്കിപ്പുറം ദയനീയമായ ഒരു വർത്തമാനകാലത്തിലൂടെയാണ് ഇവിടം കടന്നു പോകുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് മഹാവീർ പ്ലാന്റേഷൻസിൻ്റെ കൈകളിലെത്തിയ എസ്റ്റേറ്റ് പ്രവർത്തനം തൊഴിലാളി യൂണിയൻ നേതാക്കളുടെയും കമ്പനി അധികൃതരുടെയും തൊഴിലാളി വിരുദ്ധ ഇടപെടലുകൾ കാരണം നഷ്ടത്തിലേക്ക് പോയി. എസ്റ്റേറ്റ് പൂട്ടി, തൊഴിലാളി നേതാക്കളും മുതലാളിയും പോയി. അവിടെ പണിയെടുത്തിരുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ ജീവിതം പച്ചപിടിക്കാൻ ഒരു സാധ്യതയുമില്ലാതിരുന്നിട്ടും ജീവിക്കാൻ മറ്റു വഴികൾ തേടി അവിടെ തന്നെ തുടരുന്നു. ചെയ്ത ജോലിയുടെ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ തുടർന്നവർ, വികസനം തിരിഞ്ഞു നോക്കാത്ത വർഷാവർഷം നടക്കുന്ന അഗസ്ത്യമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് ജോലികളിൽ ഏർപ്പെട്ട ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ. ചിലർ മലയിറങ്ങി വന്ന് ജോലികൾ ചെയ്ത് മടങ്ങുന്നു. 200ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. അവരുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമായി വിതുര പോലെയുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കുന്നു. സർക്കാർ സംവിധാനമെന്ന് പറയാൻ ഒരു പോസ്റ്റ് ഓഫീസും ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയും ദിവസേന സർവീസ് നടത്തുന്ന KSRTC ബസ്സും മാത്രം.